Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാം ആണ് നാളെ നടക്കാൻ പോകുന്നത്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്ന സപ്ലിമെൻ്ററി ഫസ്റ്റ് സെമസ്റ്റർ 2 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. 4 സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. തേർഡ് നാളെ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോർത്തിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങൾ 4 ക്വസ്റ്റ്യൻസിലെ 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ് വരാറ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കമ്പൽസറി ആയിട്ട് പ്രതീക്ഷിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം റിപ്പീറ്റാണ്. പോർട്ട്ഫോളിയോ റിസ്ക്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ റിട്ടേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് പ്രോബ്ലം. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും റിസ്ക് തന്നെയാണ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന എക്സ്പെക്റ്റഡ് റിട്ടേൺ, അത് നമുക്ക് പാർട്ട് ബിയിലും പ്രതീക്ഷിക്കാം. എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാം. അതുപോലെ തന്നെ അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ദെൻ കോറിലേഷൻ, കോവാരിയൻസ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം. കോവാരിയൻസ് സെപ്പറേറ്റഡ് ചോദിക്കാറുണ്ട്, വാരിയൻസ്, പ്രോബിലിറ്റിയും ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ട്. ഓക്കെ, അപ്പോൾ 2 essay എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാനും പോർട്ട്ഫോളിയോ റിട്ടേണിൻ്റെ ഒരു പ്രോബ്ലം, പിന്നെ എക്സ്പെക്ട് റിട്ടേൺ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പെക്ട് റിട്ടേൺ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോറിലേഷൻ, കോവാരിയൻസ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 4 ചോദ്യങ്ങളിൽ 2 പ്രോബ്ലംസ് നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ 2 ടൈപ്പ് ചോദ്യങ്ങളാണ്. ഓക്കെ, റിപ്പീറ്റാണ്. ദെൻ നെക്സ്റ്റ് 2 തിയറി ചോദ്യങ്ങൾ വരുമ്പോൾ മിക്ക പേപ്പറിലും ഒരെണ്ണം കുറച്ച് ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യം വരാറുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഒരെണ്ണം ഡയറക്റ്റ് മോഡിലുള്ളതും കിട്ടും. ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നെക്സ്റ്റ് പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്, തിയറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് ഇതിനായിട്ട് മുമ്പും വന്നിട്ടുള്ളതാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, അതിനെ പറ്റിയിട്ട് തിയറി. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ അത് പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ്റെ തിയറി, ബേസിക് തിയറി നോക്കുക. അതൊരു പ്രാവശ്യം ചോദിച്ചാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ provides a feedback mechanism for improving the entire portfolio management. The entire portfolio മാനേജ്മെൻറ്റ്. സോ ഇൻഡയറക്റ്റ് മോഡിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ നമുക്ക് വീണ്ടും പോർട്ട്ഫോളിയോ വാല്യുവേഷനെ റിലേറ്റ് ചെയ്തുള്ള, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ദെൻ സാധാരണ 3 വെയിറ്റേജിനിൽ വരുന്ന പ്രോബ്ലമാണ് YTM. അതൊരു പ്രാവശ്യം പ്രോബ്ലമായിട്ട് ചോദിച്ചിട്ടുണ്ട് SCക്കും. അപ്പോൾ YTMഉം നോക്കിയിരിക്കണം. കൂടുതൽ നമ്മളത് 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലമായിട്ടാണ് കണ്ടുവരാറ് കേട്ടോ. ദെൻ എല്ലാവരും
മൂന്നാമത്തെ മൊഡ്യൂളിനെ പറ്റി ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് തിയറി ചില സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്കി മൊഡ്യൂൾസിലോട്ട് പോയാൽ മതി. വരാറുള്ള അതിൽ നിന്നുള്ള തിയറി സെക്യൂരിറ്റി അനാലിസിസിൻ്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് സെക്യൂരിറ്റി അനാലിസിസ്. ഞാൻ ബേസിക്സ് മാത്രം അതിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ തിയറി ആയിട്ട് വരും. ദ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് സെക്യൂരിറ്റി അനാലിസിസ്. പിന്നെ അതിൽ ഈ ചാർട്ട് പാറ്റേൺസ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എന്താണ് കാൽക്കുലേഷൻ എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മോഡലുള്ള ചോദ്യം ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്. ചാർട്ട് പാറ്റേൺസ് ശരിക്കും അതൊക്കെ ആൻസർ ചെയ്യാനേക്കാൾ ബെറ്റർ പ്രോബ്ലംസിലോട്ട് പോകണം. ആർ ഹെൽപ്ഫുൾ in predicting the stock market price movement. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് തിയറിയിൽ നമ്മൾ. പിന്നെ എഫിഷ്യൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ദ മീൻ ദാറ്റ് സെക്യൂരിറ്റി റിഫ്ലക്ട് അവൈലബിൾ. അപ്പോൾ നമ്മൾ തിയറിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒരു സജഷൻ കൂടിയും തരാനുള്ളത്, നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ്റെ പോർട്ട്ഫോളിയോ ആ കാര്യങ്ങൾ ബേസിക് തിയറി കാര്യങ്ങൾ നിർബന്ധമായും നോക്കാം കേട്ടോ. ഒന്ന് മാറ്റി അത് വേണമെങ്കിൽ പിടിക്കാം. എന്തൊക്കെയാണ് നോക്കണ്ട? പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് കേട്ടോ. പോർട്ട്ഫോളിയോ ബേസിക്സ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ കൺസെപ്റ്റ്, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, അത് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ. സോ അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ കമ്പൽസറി എനിക്ക് മെയിനായിട്ട് സജഷൻസ് തരാനുള്ളത് പോർട്ട്ഫോളിയോ റിസ്കിൻ്റെ പ്രോബ്ലമാണ്. പോർട്ട്ഫോളിയോ റിട്ടേൺ പ്രോബ്ലം, പിന്നെ എക്സ്പെക്ട് റിട്ടേൺ മറ്റൊരു പ്രോബ്ലം, കോറിലേഷൻ കോവാരിയൻസ് അതിൻ്റെ പ്രോബ്ലം, പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവന്യൂസ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നോക്കാം, ബേസിക്സ്, പിന്നെ റിസ്കിൻ്റെ അതൊക്കെ ചില സമയത്ത് നമുക്ക് കൂടുതൽ ഒബ്ജക്റ്റീവ്സ് സെക്കൻഡ് പാർട്ടിലാണ് കൂടുതൽ കണ്ടുവരാറ്. റിസ്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, അതൊക്കെ നമുക്ക് പാർട്ട് ബിയിലാണ് കൂടുതൽ കണ്ടുവരുന്നത് കേട്ടോ. പിന്നെ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ഞാൻ പറഞ്ഞു, YTMൻ്റെ പ്രോബ്ലം, പിന്നെ സെക്യൂരിറ്റി അനാലിസിസിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ്, സെക്യൂരിറ്റി അനാലിസിസിൽ ഈ പറയുന്ന പോലെ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട്. EIC അത് ചോദിക്കാറുണ്ട്, അത് നോക്കി വയ്ക്കുക. ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ കേട്ടോ. പാർട്ട് സിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ പ്രോബ്ലംസിലോട്ടാണ്, കാരണം തിയറി മിക്കതും ഇൻഡയറക്റ്റ് മോഡിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു സജഷൻസിൻ്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് പാർട്ട് എയും പാർട്ട് ബിയും ഡിസ്കസ് ചെയ്യാം. സോ ആ വീഡിയോ ഇട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.